ഹായ് ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ് എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചു. സോ നമ്മൾ നോക്കിയിരുന്ന ദിവസം SSC പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് SSC MTS 2025 എക്സാം ഡേറ്റ് SSC റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത്ര മാസമായില്ലേ, ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കായിരുന്നു. അവസാനം എനിവേ SSC MTSന്റെ എക്സാം ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാണ് MTS എക്സാം വരുന്നത്, സ്ലോട്ട് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 2-ന് SSC MTSന്റെ എക്സാം ഡേറ്റ് റിലീസ് ചെയ്തു. സോ ഇപ്പൊ കറന്റ് CPO എക്സാം ആണ്. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, SSC MTSന്റെ എക്സാം എന്ന് വരുമെന്ന് ഉള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SSC MTS ഒന്നെങ്കിൽ ജനുവരി എൻഡ് അല്ലെങ്കിൽ ഒരു ജനുവരി പകുതിക്ക് ശേഷമേ എന്തായാലും കാണുള്ളൂ. കാരണം CPO എക്സാം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി എൻഡ് അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമായിരിക്കും. സോ അതുപോലെ തന്നെ ജനുവരി എൻഡ് അല്ല, ഫെബ്രുവരി ആദ്യം SSC MTSന്റെ എക്സാം ഡേറ്റ് SSC റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ CPO എക്സാം നടക്കുകയാണ്. അപ്പൊ അതിനുശേഷമാണ് SSC MTS വരാൻ പോകുന്നത്. അപ്പം ഇപ്പോ SSC പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, സ്ലോട്ട് ബുക്കിംഗ് ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ എന്ന് എക്സാം എഴുതണം എന്നുള്ളത്. അപ്പൊ ഏത് ഷിഫ്റ്റ് അല്ല, ഏത് ദിവസമാണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ അതുപോലെ തന്നെ SSC MTSന്റെ എക്സാം ഡേറ്റ് എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 4 മുതൽ SSC MTSന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഇന്ന് ജനുവരി 3, ഫെബ്രുവരി 4-ന്, അതായത് കറക്റ്റ് പറഞ്ഞാൽ 31 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലെ. 31 ദിവസം ഉണ്ട്. സോ ഒരു ദിവസം പോട്ടെ, കുഴപ്പമില്ല, വിട്ടേക്കാം. നമുക്കൊന്ന് കൂൾ ഓഫ് ടൈം. സോ കൂൾ ഓഫ് ടൈം ആയിട്ട് ഒരു ദിവസം വിട്ടേക്കാം. അപ്പൊ കറക്റ്റ് 30 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് SSC MTSന് വേണ്ടി ഒരു ലാസ്റ്റ് ഒരു ബ്രഷിങ് നടത്താനായിട്ട്. അപ്പൊ എല്ലാ പൊടികളും തട്ടി തുടച്ച് ഉണ്ടാകുന്ന സ്റ്റോർ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് റിട്ടൈൻ ചെയ്തെടുക്കാൻ കറക്റ്റ് 30 ദിവസമുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിൽ മുമ്പോട്ട് പോവുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്ലോട്ട് സെലക്ഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യും? ജനുവരി 15. സെയിം ഡേറ്റ് തന്നെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം ജനുവരി ആദ്യത്തോടു കൂടി CPO എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് ഇനി അതിന്റെ സ്ലോട്ട്, അതായത് MTSന്റെ സ്ലോട്ട് ബുക്കിംഗ് ആണ്. സോ MTSന്റെ സ്ലോട്ട് ബുക്കിംഗ് എന്നാണ്? MTSന്റെ സ്ലോട്ട് ബുക്കിംഗ് ജനുവരി 15-ന് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഫെബ്രുവരി 4-ന് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫെബ്രുവരി 4, പിന്നെ ഏകദേശം ഒരു മാസത്തോളം കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 10 ക്വാളിഫിക്കേഷനിൽ, അതും സെൻട്രൽ ഗവൺമെന്റിൽ നല്ലൊരു ജോബ്, പിന്നെ ആ ഒരു പേയ്മെന്റ് കമ്മീഷനും കൂടെ, നെക്സ്റ്റ് സെൻട്രൽ പേ കമ്മീഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ആ സാലറി അറൗണ്ട് 60+ അല്ലെ, 60K ഒക്കെ പുറത്തു പോകും MTSന്റെ സാലറി. ജോബ് ഒരുപാട് ഒരു സ്ട്രെസ് കാര്യങ്ങൾ ഒന്നും ഉള്ള ജോബല്ല. സോ SSC MTS അപ്ലൈ ചെയ്തവർ ഇനി എന്താണ് ആ മടിയൊക്കെ മാറ്റി വെക്കുക. എണീറ്റ് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. എക്സാം ഡേറ്റ് SSC പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാണ്? ഫെബ്രുവരി 4-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിന് സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ദിവസം ജനുവരി, അതായത് ഈ മാസം 15-ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതോടൊപ്പം തന്നെ SSC GDയുടെ സ്ലോട്ട് അല്ലെങ്കിൽ എക്സാം ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് SSC റിലീസ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 23. എക്സാക്ട് ഡേറ്റ് ആയിരിക്കില്ല, ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. എന്തിന്റെ? SSC GDയുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. എന്ന് വരുമ്പോൾ ഫെബ്രുവരി 23 അപ്പൊ അതിന്റെ സ്ലോട്ട് ബുക്കിംഗ് പിന്നീട് അറിയിക്കത്തതേ ഉള്ളൂ. ഏകദേശം ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ MTSന്റെ കാര്യം മറക്കണ്ട. MTS എക്സാം ഡേറ്റ് ഫെബ്രുവരി 4-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ പ്രിപ്പറേഷൻ ഉഷാറായിട്ട് തന്നെ മുമ്പോട്ട് പോവുക. അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്താ? ഒന്നേന്ന് പറഞ്ഞാൽ നമുക്കിനി പഠിക്കാനൊന്നും പറ്റില്ല അല്ലേ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? SSCയുടെ MTSന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, മാക്സിമം വർക്ക് ചെയ്യുക, അതിന്റെ അനാലിസിസ് പോവുക. QAക്ക് റീസണിങ്ങിനും ഒന്നും സെപ്പറേറ്റ് ടൈം കളയണ്ട. നിങ്ങൾ ജസ്റ്റ് മോക്ക് മാത്രം ചെയ്യുക. എക്സ്ട്രാ ടൈം ഇംഗ്ലീഷും GKയും കുറച്ചും കൂടെ കൂടുതൽ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ആൻഡ് മോക്ക് അറ്റൻഡ് ചെയ്യുക. അപ്പൊ മോക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇനി വേറെ എങ്ങും പോണ്ട. നമ്മുടെ AZB അക്കാഡമി SSC MTSന്റെ 20 ഫുൾ ലെന്ത് ടെസ്റ്റ് ഒരു കംപ്ലീറ്റ് എക്സാം സീരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും അത് പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവര് SSC MTSന്റെ എക്സാം സീരീസ് പർച്ചേസ് ചെയ്യുക. 20 ഫുൾ ലെന്ത് ടെസ്റ്റ്, അതായത്
1500-ലധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഈ റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റാണ്. ഫുൾ എന്താ ടെസ്റ്റാണ്, എക്സാം ഓറിയന്റഡ് അതേ പാറ്റേണിൽ പോകുന്ന ടെസ്റ്റാണ്. അപ്പൊ മറക്കാതെ പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് വീണ്ടും ഉഷാറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. സോ ഇനി SSC MTSനെ കുറിച്ചും അതുപോലെയുള്ള വരുന്ന അപ്കമിങ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ, സീ യു.